أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മാഊനിലെ രണ്ടാമത്തെ വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അർത്ഥം ഇപ്രകാരമാണ്: ദീനിനെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ? ദീൻ എന്ന പദത്തിൻ്റെ 9 അർത്ഥങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. 10ാമത്തെ അർത്ഥം ഖളാ എന്നതാണ്, അതായത് വിധി. ഇവിടെ വിധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് മുസ്ലിം വിഭാഗക്കാരും മറ്റു പല മതസ്ഥരും പറയുന്ന പോലെ അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ച വിധി പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്ന അർത്ഥത്തിലല്ല. ഇവിടെ വിധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു: മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ ജിന്നിനെയും മനുഷ്യനെയും ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യം മനുഷ്യർ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസരായി തീരുക എന്നതാണ്. അതായത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞു. അതിൽ യഅ്ബുദൂൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ബാഹ്യമായ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ മനുഷ്യർ തൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രതിബിംബമായി തീരുക എന്നതാണ്. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് ഖളാ അഥവാ വിധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാവും: മുകളിൽ പറഞ്ഞ ആ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം നിഷേധിക്കുന്ന ആളുകൾ ഒരിക്കലും തന്നെ സൽക്കർമ്മം ചെയ്യുന്നവരാവുകയില്ല. അവരുടെ കർമ്മങ്ങളെല്ലാം ദുഷ്കർമ്മങ്ങളായിത്തീരുന്നതാണ്. എന്നാൽ ആരാണോ ഈ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നത് അവർ അള്ളാഹുവിൻ്റെ ആത്മാർത്ഥവും സത്യസന്ധവുമായ ദാസന്മാരായിത്തീരുന്നതാണ്. ഈ ലക്ഷ്യം മനസ്സിലാക്കുന്നവർ സ്വയം കർമ്മ സംസ്കരണം നടത്തുന്നതാണ്. കാരണം അവർക്കറിയാം, എനിക്ക് എൻ്റെ തിന്മകളുടെ മേൽ വിജയം വരിക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ നന്മകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ തിന്മകൾ വർദ്ധിക്കാനുള്ള കാരണം തന്നെ നിരാശയാണ്. അവർക്ക് തിന്മകളെ നേരിടാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അവർ ശൈത്താൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നു. തിന്മയിൽ അകപ്പെട്ടവർ ധരിക്കുന്നു, എനിക്ക് ഈ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന്. ഏതായാലും ഞാൻ ഈ തിന്മകളിൽ അകപ്പെട്ടു കഴിഞ്ഞു, രക്ഷപ്പെടാൻ മാർഗങ്ങളുമില്ല. അങ്ങനെ അവൻ തിന്മകളിൽ വർദ്ധിച്ചുകൊണ്ടേ പോകുന്നു. നന്മ ചെയ്യാൻ പ്രത്യേകമായ പരിശ്രമങ്ങൾ ഒന്നും നടത്തുന്നില്ല. ഇത് അള്ളാഹുവിൽ നിന്നുള്ള നിരാശയുടെ ഫലമായാണ് ഉണ്ടാവുന്നത്. എന്നാൽ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ നന്മകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നും നമുക്ക് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവുണ്ട് എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയും നന്മയിൽ പുരോഗതി പ്രാപിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. വിശുദ്ധ ഖുർആൻ്റെ അനേകം ആയത്തുകളിൽ നിന്നും മനസ്സിലാവുന്നത് അള്ളാഹു മനുഷ്യരെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ്. ആരെങ്കിലും നരകത്തിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു യാത്രക്കാരൻ വഴിതെറ്റിപ്പോവുകയും പിന്നീട് ശരിയായ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്യുന്നത് പോലെയാണ്. അവർ അവസാനം സ്വർഗത്തിൽ തന്നെ എത്തിച്ചേരുന്നതാണ്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഒരു പ്രതീക്ഷ ലഭിക്കുകയും ആ സ്വർഗം നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. അവൻ എത്ര തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവന് നിരാശ ഉണ്ടാവുന്നതല്ല. അവനിനി നന്മ ചെയ്യുകയാണെങ്കിൽ സ്വർഗം ലഭിക്കുന്നതാണ് എന്ന പ്രതീക്ഷ ലഭിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ വിധി മനസ്സിലാക്കിയാൽ മനുഷ്യന് ആത്മവിശ്വാസം ഉണ്ടായിത്തീരുന്നു. എന്നാൽ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ നിരാശയോടെ തിന്മയുടെ സമുദ്രത്തിൽ മുങ്ങിത്താവുന്നതാണ്. അവർ പറയും, ഏതായാലും തിന്മകളിൽ അകപ്പെട്ടു കഴിഞ്ഞു, ഇനി ഈ ലോകത്തെ ലൗകിക സുഖാനുഭൂതികളെങ്കിലും പ്രയോജനപ്പെടുത്താമല്ലോ എന്ന്. അങ്ങനെ അവർ ഈ ലോകത്ത് യാതൊരു സൽക്കർമ്മവും ചെയ്യാൻ സാധിക്കാതെ മരണമടയുകയും ഈ ലോകത്തും പരലോകത്തും നരകശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു. അപ്പോൾ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന ആയത്തിൽ നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ ദീൻ എന്ന പദത്തിൻ്റെ 11ാമത്തെ അർത്ഥം തദ്ബീർ എന്നതാണ്. അതായത് ആസൂത്രണം, തന്ത്രം എന്നൊക്കെ പറയാവുന്നതാണ്. അതായത് തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ആസൂത്രണം ചെയ്യുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ
അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആരാണോ ഈ ആസൂത്രണത്തെ നിഷേധിക്കുന്നത്, ആസൂത്രണത്തിലൂടെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന കാര്യം നിഷേധിക്കുന്നത്, അവർ അനേകം തിന്മകളിൽ അകപ്പെടുന്നതാണ്. അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമായിത്തീരുന്നതാണ്. അള്ളാഹു പറയുകയാണ്, തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. അതിനുള്ള കഴിവ് നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിനുള്ള കഴിവ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നൽകിയ കഴിവുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് സാധിക്കുന്നതാണ്. എന്നാൽ ആരാണോ തിന്മയിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് കരുതുന്നത്, അവർ പലതരത്തിലുള്ള തിന്മകളിലും അകപ്പെട്ടു പോകുന്നതാണ്. ഹുസൂർ തിരുമേനി പറയുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ചെറുപ്പത്തിൽ എൻ്റെ ഒരു സുഹൃത്തിനെക്കുറിച്ച് അവൻ ചില തിന്മകളിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് അറിവ് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ അതിനെ സംബന്ധിച്ച് ആ സുഹൃത്തിനോട് ചോദിക്കുകയുണ്ടായി, ഇന്ന തിന്മകളിൽ നീ അകപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്, അത് ശരിയാണോ? അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, അതെ ശരിയാണ്, പക്ഷേ ഞാൻ എത്രത്തോളം തെറ്റുകൾ ചെയ്തു എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് എനിക്ക് അസാധ്യമാണ്. എനിക്ക് ഏതായാലും നരകത്തിൽ തന്നെ പോവേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ആ തിന്മകൾ ചെയ്യാൻ തുടങ്ങി. കുറഞ്ഞ പക്ഷം ഈ ദുനിയാവിലെങ്കിലും ആസ്വദിച്ച് ജീവിക്കാമല്ലോ. അപ്പോൾ ഞാൻ ആ സുഹൃത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു, അള്ളാഹു നമുക്ക് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. നമ്മുടെ തിന്മകളുടെ മേൽ വിജയം വരിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അത് കേട്ട് അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അതിൽ വിജയം വരിക്കുകയും ചെയ്തു. അള്ളാഹു പറയുന്നു, കുല്ലൻ നുമിദ്ദു ഹാവുലായി വഹാവുലായി, നാം എല്ലാവരെയും സഹായിക്കുന്നു. അതായത് മോമിനിങ്ങളെയും ഞാൻ സഹായിക്കുന്നു, കാഫിറിങ്ങളെയും ഞാൻ സഹായിക്കുന്നു. ലോകത്ത് നാം കാണുന്നത് അള്ളാഹു എല്ലാവർക്കും ഭക്ഷണം നൽകുന്നു, എല്ലാവരുടെയും പരിശ്രമങ്ങൾക്ക് വിജയം നൽകുന്നു. അപ്പോൾ സത്യനിഷേധികളെപ്പോലും അള്ളാഹു സഹായിക്കുന്നെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കളെ എന്തുകൊണ്ട് അവൻ സഹായിക്കുകയില്ല? അപ്പോൾ തദ്ബീർ എന്ന ആ ഒരു മാർഗം എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തിയാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടായിരിക്കുന്നതാണ്. ഇനി നമ്മൾ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിശ്രമത്തിന് ഇടയിൽ തന്നെ, ശൈത്താനോടുള്ള യുദ്ധത്തിൻ്റെ ഇടയിൽ തന്നെ ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടും മുമ്പേ നമ്മൾ മരണമടയുകയാണെങ്കിൽ പോലും ആ വ്യക്തിക്കും തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെ പ്രതിഫലം തന്നെ ലഭിക്കുന്നതാണ്. നമുക്കറിയാം, ഒരു യുദ്ധം ചെയ്ത് ഷഹീദാവുന്ന വ്യക്തി ആ യുദ്ധം വിജയിക്കുന്നതിന് മുമ്പേ തന്നെ ഷഹീദാവുകയാണെങ്കിൽ പോലും ഒരിക്കലും ആ വ്യക്തി പരാജിതനാണ് എന്ന് പറയുകയില്ല. മറിച്ച് അങ്ങനെ ഷഹീദാവുന്ന വ്യക്തി അനേകം ബഹുമതിക്ക് അർഹനായിത്തീരുന്നു. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്, ആരാണോ സത്യസന്ധമായി തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഇടയിൽ തന്നെ മരണമടയുന്നത്, അവർ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുന്നതല്ല, അവർ അള്ളാഹുവിൻ്റെ സേനകൾ ആണ്. അവർ ഒരിക്കലും മരണം സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ചതല്ല, അത് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് വന്നതാണ്. ഹദീസിൽ നിന്ന് ഒരു സംഭവം ലഭിക്കുന്നുണ്ട്. 99 വ്യക്തിയെ കൊല ചെയ്ത ഒരു കൊലപാതകി തൗബ ചെയ്യുന്നതിന് വേണ്ടി ഒരു പണ്ഡിതൻ്റെ അടുക്കൽ ചെല്ലുകയുണ്ടായി. അങ്ങനെ ആ പണ്ഡിതൻ, നിനക്കിനി തൗബ ചെയ്യാൻ സാധിക്കുകയില്ല, നിന്റെ തൗബ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി ആ വ്യക്തി ആ പണ്ഡിതനെയും കൊലപ്പെടുത്തിക്കൊണ്ട് 100 പേരെ തികയ്ക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും എവിടെ നിന്നാണ് എനിക്ക് പാപമോചനം ലഭിക്കുക, തൗബ ചെയ്യാനുള്ള മാർഗം ഏതാണ് എന്ന അന്വേഷണത്തിൽ ഒരു പണ്ഡിതനെക്കുറിച്ച് അറിവ് ലഭിച്ചു. ഇന്ന വ്യക്തിയുടെ അടുക്കൽ പോവുകയാണെങ്കിൽ നിനക്ക് പാപമോചനം ലഭിക്കുന്നതാണ്. അങ്ങനെ ആ വ്യക്തി ആ പണ്ഡിതനെ അന്വേഷിച്ചിറങ്ങുകയുണ്ടായി. എന്നാൽ വഴിമധ്യേ തന്നെ ആ വ്യക്തി മരണമടയുകയുണ്ടായി. അപ്പോൾ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും മലക്കുകൾ പരസ്പരം തർക്കത്തിലായി. ഈ വ്യക്തി സ്വർഗാവകാശിയാണ് എന്ന് സ്വർഗത്തിൻ്റെ മലക്കും നരകാവകാശിയാണ് എന്ന് നരകത്തിൻ്റെ മലക്കും വാദിച്ചു. തർക്കപരിഹാരത്തിനായി അള്ളാഹുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അള്ളാഹു പറഞ്ഞു, സഞ്ചരിച്ച ദൂരം അളക്കുക. തൗബ ചെയ്യുന്നതിന് വേണ്ടി പോയ പണ്ഡിതൻ്റെ അടുക്കലേക്കുള്ള ദൂരമാണോ കൂടുതൽ, അതല്ല ആ വ്യക്തി പാപങ്ങൾ ചെയ്ത സ്ഥലമാണോ കൂടുതൽ അടുത്ത് എന്ന് നോക്കുക. അങ്ങനെ അള്ളാഹു ഭൂമിയെ ചുരുട്ടിക്കൊണ്ട് ആ വ്യക്തിയുടെ തൗബയിലേക്കുള്ള ദൂരത്തെ കുറക്കുകയുണ്ടായി. അങ്ങനെ ആ വ്യക്തി സ്വർഗാവകാശി ആവുകയുണ്ടായി. ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു, ഇതൊരു സദൃശ്യ രൂപത്തിലുള്ള സംഭവ വിവരണമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, പാപങ്ങളിൽ നിന്ന് സത്യസന്ധമായി പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയുമ്പോൾ അള്ളാഹു അതിനുള്ള സഹായങ്ങൾ ചെയ്യുകയും അവരെ സ്വർഗാവകാശികളാക്കി തീർക്കുകയും ചെയ്യുന്നു. പശ്ചാത്താപം സ്വീകാര്യമല്ലായിരുന്നുവെങ്കിൽ
തദ്ബീറിൻ്റെ മാർഗം തുറന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു നമ്മളെ എന്തിനാണ് ഇസ്തിഗ്ഫാറും ലാഹൗലും തഅവ്വുദും എല്ലാം പഠിപ്പിച്ചത്? ഇതെല്ലാം പഠിപ്പിച്ചത് തദ്ബീറിൻ്റെ മാർഗം തുറന്നിട്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ആരാണോ അത് പ്രയോജനപ്പെടുത്തുന്നത്, തൻ്റെ ആത്മാവിനെ സംസ്കരിക്കുന്നത്, അവർ തീർച്ചയായും അവരുടെ തിന്മകളുടെ മേൽ വിജയം വരിക്കുന്നതാണ്. എന്നാൽ അത് പ്രയോജനപ്പെടുത്താതെ നിഷേധിക്കുന്നവരെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. അറഅയ്തല്ലദീ യുകസിബു ബിദ്ദീൻ, ആരാണോ തദ്ബീറിൻ്റെ മാർഗത്തെ നിഷേധിക്കുന്നത്, അവർ പലതരത്തിലുള്ള തിന്മകളിൽ അകപ്പെടുന്നതാണ്. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.